ഞാനിപ്പോൾ ഉള്ളത് ശബരിമല റൂട്ടിലെ കണമല അട്ടിമല വളവിലാണ്. ഇന്ന് രാവിലെ 6:15 ഈ ബസ്സാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, എന്താണ് അപകട കാരണം എന്നത് വ്യക്തമായിട്ടില്ല. പക്ഷേ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അട്ടിമല വളവ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപും ഇവിടെ അപകടമുണ്ടായിരുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ അപകടത്തിൽ കർണാടക സ്വദേശിയായ മാരുതി എന്ന വ്യക്തി ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഈ താഴ്ചയിലേക്ക് ബസ് മറിയുകയായിരുന്നു. 2.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഈ താഴ്ചയിൽ നിന്നും ബസ് ഉയർത്താൻ സാധിച്ചത്. എല്ലാ മണ്ഡലകാലത്തും ഇവിടെ ഒരു അപകടം പതിവാണ്. എല്ലാ സമയത്തും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടും ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 2 മാസം മുൻപ് അപകടം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു ക്രാഷ് ബാരിയർ ഇവിടെ സ്ഥാപിച്ചത്. പക്ഷേ ഇത് സ്ഥാപിച്ചിരിക്കുന്നതും ശാസ്ത്രീയമായ രീതിയിലല്ല, വെറുതെ മണ്ണിൽ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഒരു അപകടം ഉണ്ടായാൽ ബസ് മറിഞ്ഞ് താഴ്ചയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എത്ര ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വീണ്ടും വീണ്ടും അപകടങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്, മരണങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ്. എപ്പോഴും ഇവിടെ ഒരു അപകടം ഉണ്ടാവും അല്ലേ? ഇത് എല്ലാ വർഷങ്ങളിലും ഉണ്ട്, ഒന്നിൽ കൂടുതൽ തവണകളുണ്ട്. അപ്പൊ ഇതിപ്പോ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടുമ്പോൾ കുറെ നിർദ്ദേശങ്ങൾ വെക്കും. ആ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്നാണ് പോകുന്നത്. പക്ഷേ അടുത്ത മരണവും അല്ലെങ്കിൽ ഇങ്ങനെ വാഹന അപകടം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും ഈ ശ്രദ്ധയിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് ഈ 2 വളവുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. തൊട്ട് താഴെ 100 മീറ്റർ താഴെ ഒരു പാലമാണുള്ളത്. അപ്പോൾ ഈ പാലത്തിലേക്ക് ഇവിടുന്ന് വരുന്ന ഈ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഈ റോഡ് പണിയുക എന്നുള്ളതല്ലാതെ പരിഹാരങ്ങൾ ഇവിടെ ഒന്നുമില്ല. കാരണം മറ്റ് നിർദ്ദേശങ്ങൾ പലതും പറയും. ഇപ്പം ഞാൻ പറയട്ടെ, കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ ഓരോ വർഷവും വന്ന് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായും അതിയായ സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ടതുണ്ട്. അങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു അഭാവം തന്നെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണമായതും. 25 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 6 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരമായുള്ളത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഒരു മരണത്തിനും ഈ ഒരു അപകടം ഇടയാക്കിയിട്ടുണ്ട്. 6:15 സമയമായതുകൊണ്ട് തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.